ബാംഗ്ലൂർ സ്റ്റോൺ ബോക്സ് കട്ടിംഗ് 50 ഉപയോഗിച്ച് 2 സ്പേസർ ഇട്ട് കല്ല് വിരിക്കാൻ സാധിക്കുമോ എന്നുള്ള പല കസ്റ്റമേഴ്സും ചോദിക്കാറുണ്ട്. ഒരിക്കലും ബാംഗ്ലൂർ സ്റ്റോൺ ബോക്സ് കട്ടിങ് ട്രോളി കട്ടാണെങ്കിൽ പോലും ബാംഗ്ലൂരിൽ നിന്നെല്ലാം ലഭിക്കുന്നത് വെച്ച് ഒരിക്കലും വരുന്ന അതേ രൂപത്തിൽ നമുക്ക് കല്ല് ഉപയോഗിച്ച് 2 സ്പേസർ ഉപയോഗിച്ച് വിരിക്കാൻ സാധിക്കുകയില്ല. അതിന് കാരണം നോർമൽ മെഷീനിലാണ് ട്രോളിയിലെല്ലാം ഈ കല്ലുകൾ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 5 വരെ ടോളറൻസ് ഈ കല്ലുകൾക്ക് ഉണ്ടാകും. നമുക്ക് 2 സ്പേസർ വെച്ച് വിരിക്കണമെങ്കിൽ ഈ 5 ടോളറൻസ് ഒന്നും കല്ലിന് പാടില്ല. അങ്ങനെ വരുമ്പോൾ നാം കല്ല് കൊണ്ടുവന്ന് വീണ്ടും കട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വരും. നോർമൽ ഒരു 50 കല്ല് നമ്മൾ ട്രോളിയിൽ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 50 കല്ല് നിലവിൽ ഗ്രാനൈറ്റ് സ്ലാബെല്ലാം സാധാരണഗതിയിൽ കട്ട് ചെയ്യുന്ന കട്ടിങ് ട്രോളികളിൽ കട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. 50 കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ മോട്ടർ ഉപയോഗിച്ചിട്ടുള്ള 3 ഫേസ് കണക്ഷനുള്ള കട്ടിങ് മെഷീനുകൾ ആവശ്യമാണ് പ്രോപ്പറായി കട്ട് ചെയ്യണമെങ്കിൽ. അതല്ലാതെ കട്ട് ചെയ്യുന്നുണ്ടാവാം, 7 ഇഞ്ചിൻ്റെ കട്ടിങ് മെഷീനെല്ലാം ഉപയോഗിച്ച് മണലിലെല്ലാം ഇട്ട് കട്ട് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അതിലെല്ലാം ആക്യുറസി കൃത്യമായി ലഭിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 110 രൂപ വില വരുന്ന ബോക്സ് കട്ടിങ് കല്ല് കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും വലിയൊരു ട്രോളി ഉപയോഗിച്ച് 3 ഫേസ് മോട്ടറെല്ലാം ഉപയോഗിച്ച് കട്ട് ചെയ്യേണ്ടി വന്നാൽ അത്തരത്തിൽ കട്ട് ചെയ്ത് വിരിക്കുന്നതിന് ലേബർ ചാർജ് ഒരു 70 രൂപ 80 രൂപയെല്ലാം വരും. അങ്ങനെ വരുമ്പോൾ 110 രൂപ കല്ലിന് 70 രൂപ ലേബർ വരുമ്പോൾ തന്നെ 180 രൂപ വന്നു. പിന്നെ 6 മെറ്റൽ, എംസാൻഡ്, സിമെൻറ്റ് ഇത്യാദി വസ്തുക്കൾക്കെല്ലാം ചേർന്ന് ഒരു 20 രൂപ വരുമ്പോൾ 200 രൂപ കോസ്റ്റ് വരും നമുക്ക് അത്തരത്തിലുള്ള കല്ലുകൾ സ്പേസർ ഇട്ട് വിരിക്കുന്നവർക്ക് ചെയ്യുമ്പോൾ. എന്നാൽ ഇത്തരത്തിൽ തന്നെ പിന്നീടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ CNC കട്ടിങ്ങുള്ള കല്ല് കൊണ്ടുവരിക എന്നുള്ളതാണ്. കമ്പ്യൂട്ടറൈസ്ഡ് ന്യൂമറിക്കൽ കട്ടിങ്. ആ കല്ലിന് തന്നെ 160 രൂപ കോസ്റ്റ് വരും. പിന്നെ കല്ല് കൂടാതെ ലേബർ ചാർജ്, മെറ്റീരിയൽ എല്ലാം കൂട്ടി വരുമ്പോൾ അത് ആ ടൈപ്പ് കല്ല് വിരിക്കുന്നതിന് നമുക്കൊരു 200 രൂപ 210 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് ചിലവ് വരും. 50 തിക്നെസ് ബാംഗ്ലൂർ സ്റ്റോൺ ഉപയോഗിച്ച് നാം 2 സ്പേസർ വെച്ച് ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരി ഡിഫിക്കൽറ്റീസ് ഉണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ. എങ്കിൽ നമുക്ക് വളരെ സിമ്പിളായി എന്നാൽ അത്രയും ചിലവൊന്നും വരാത്ത രീതിയിൽ തന്നെ 2 സ്പേസർ വെച്ച് അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതിനായി നാം ചെയ്യേണ്ടത് 20 സ്ലാബ് ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അതിനായി ആദ്യം തന്നെ നാം M30 ഗ്രേഡിൽ കോൺക്രീറ്റ് ചെയ്യണം. നമ്മുടെ സർഫേസ് M30 ഗ്രേഡിൽ 2.5 ഇഞ്ച് കനത്തിന് കോൺക്രീറ്റ് ചെയ്യണം. പ്രത്യേകം ഓർക്കുക, കോൺക്രീറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഓപ്ഷൻ പറ്റുകയുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് ഈ ഓപ്ഷൻ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഭൂമി കൃത്യമായി കോമ്പാക്റ്റ് ചെയ്യപ്പെട്ട ഭൂമിയല്ലേ എന്ന് കൃത്യമായി നാം ഉറപ്പുവരുത്തണം. കോമ്പാക്റ്റ് ചെയ്യാത്തൊരു ഭൂമിയുടെ മുകളിൽ എന്ത് ചെയ്താലും കാര്യമില്ല, കാരണം ഭൂമി ഇരുന്നു പോകും. എന്നുള്ളതുകൊണ്ട് കൃത്യമായി പ്രോപ്പറായി കോമ്പാക്റ്റ് ചെയ്യപ്പെട്ട ഒരു ഭൂമിയാണെങ്കിൽ നാം ആദ്യം തന്നെ ഒരു 2 ഇഞ്ച് കനത്തിൽ M30 കോൺക്രീറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. M30 കോൺക്രീറ്റ്, അതെ, 28ാമത്തെ ദിവസം നാം ക്യൂബ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 30 Nm² ആയിരിക്കും. അതാണ് M30 എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ നമ്മൾ 2.5 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് ഏരിയക്ക് ചിലവ് വരുന്നത് 46 രൂപയാണ്. അത്തരത്തിൽ നമ്മൾ 2.5 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം പ്രോപ്പറായി 14 ദിവസം നാം ക്യൂറിങ് നൽകേണ്ടതുണ്ട്. കാരണം ഒരു കോൺക്രീറ്റ് എന്ന് പറയുന്നത് വെറുതെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമാകില്ല. കോൺക്രീറ്റിന് സ്ട്രെങ്ത് വരുന്നത് നാം പ്രോപ്പറായി ക്യൂറിങ് ചെയ്യുമ്പോഴാണ് കൃത്യമായി കോൺക്രീറ്റിന് സ്ട്രെങ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നാം കൃത്യമായി പ്രോപ്പറായി ക്യൂറിങ് കൊടുക്കണം. 14 ദിവസം ക്യൂറിങ് കൊടുത്തതിന് ശേഷം മാത്രമാണ് നെക്സ്റ്റ് സ്റ്റേജ് വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം 1 ഇഞ്ച് കനത്തിൽ കൃത്യമായി ലെവൽ ലഭിക്കുന്നതിന് വേണ്ടി 1 ഇഞ്ച് കനത്തിൽ നമുക്ക് സിമെൻറ്റ് മോട്ടാർ 1:4 സിമെൻറ്റ് മോട്ടാർ മിക്സ് നാം ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിന് ഏകദേശം ഒരു 11 രൂപ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് ചിലവ് വരും. പിന്നീട് വരുന്നത് ഗ്രാനൈറ്റ് സ്ലാബാണ്. ഗ്രാനൈറ്റ് സ്ലാബിന്, അതായത് ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ 20 തിക്നെസ്സിൻ്റെ ഗ്രാനൈറ്റ് സ്ലാബ് മുകൾ ഭാഗം ഫ്ലെയിം ചെയ്ത് ആൻറ്റി സ്കിഡ് സർഫേസ് ആക്കിയത് നമുക്ക് 75 രൂപയ്ക്ക് ലഭിക്കും. അതുകൂടാതെ നമുക്ക് വരുന്നത് ലേബർ കമ്പോണൻ്റ് ആണ്. സ്ക്വയർ ഫീറ്റ് 45 രൂപ വരും. നാം ട്രോളി ഗ്രാനൈറ്റ് സ്ലാബ് കട്ട് ചെയ്യുന്ന ട്രോളി കൊണ്ടുവന്ന് കൃത്യമായി പ്രോപ്പറായി
ഷാർപ്പായി എഡ്ജ് കട്ട് ചെയ്ത് 2 mm സ്പേസറിൽ നമുക്ക് വിരിക്കാവുന്ന തരത്തിൽ കട്ട് ചെയ്തെടുക്കും. അങ്ങനെ കട്ട് ചെയ്തെടുത്ത് വിരിച്ചു തരുന്നതിന് ഒരു സ്ക്വയർ ഫീറ്റിന് 45 രൂപ ലേബർ വരും. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് നമുക്ക് M30 കോൺക്രീറ്റിന് വരുന്നത് 46 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ് ഏരിയക്ക് 2.5 ഇഞ്ച് കനത്തിന്. സിമെൻറ്റ് മോട്ടാറിന് 1:4 മിക്സിന് നമുക്ക് വരുന്നത് 11 രൂപയാണ്. കൂടാതെ നമുക്ക് ഗ്രാനൈറ്റ് സ്ലാബിന് വരുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന് 75 രൂപയാണ്. പിന്നീട് നമുക്ക് വരുന്ന കമ്പോണൻറ്റ് ലേബർ ചാർജാണ്. സ്ക്വയർ ഫീറ്റ് 45 രൂപ വരും, കട്ടിങ് ആൻഡ് ലേയിങ്. അങ്ങനെ ടോട്ടൽ 177 രൂപ വരും. 177 രൂപയ്ക്ക് നമുക്ക് കൃത്യമായി അത്ര ആക്യുറസിയിൽ, പക്ക ആക്യുറസിയിൽ നമുക്ക് കൃത്യം 90 ഡിഗ്രി കറക്റ്റ് പക്ക റൈറ്റ് ആംഗിളിൽ നമുക്ക് കല്ല് വിരിക്കാൻ സാധിക്കും. സ്ക്വയർ ഫീറ്റ് 177 രൂപയാണ് അത്തരത്തിൽ വിരിക്കുന്നതിന് കോസ്റ്റ് വരികയുള്ളൂ. സ്ട്രെങ്ത് വൈസ് നല്ല സ്ട്രെങ്ത്താണ്. കാരണം നമ്മൾ M30 ഗ്രേഡിലാണ് 2.5 ഇഞ്ച് കനത്തിന് നാം കോൺക്രീറ്റ് കൊടുക്കുന്നത്. നമുക്കറിയാം, ഒരു 48 ടൺ വാഹനമാണെങ്കിൽ ഒരു ടയറിൽ വരുന്ന വെയിറ്റ് 5 ടണ്ണാണ്. 5 ടൺ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ആയിട്ട് നമുക്ക് 2.23 MPa ആണ് വരുന്നത്. എന്നാൽ നമ്മുടെ M30 കോൺക്രീറ്റിന് 30 MPa ആണ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോഡ് ബെയർ ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി നമ്മുടെ M30 കോൺക്രീറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ഹെവി ട്രാഫിക്കിങ്ങിനും ഈ സർഫേസ് നമുക്ക് സാധിക്കുന്നതാണ്. ഒപ്പം തന്നെ ബാംഗ്ലൂർ സ്റ്റോൺ 100% ആക്യുറസിയിൽ 2 mm സ്പേസറിലിട്ട് നമുക്ക് ഇത്തരത്തിൽ വിരിക്കാവുന്നതാണ്.